ഇതൊരു കാർ വാഷാണ്, കാർ വാഷിംഗ് സ്ഥാപനമാണ്. അപ്പോൾ അവിടെ നമ്മൾ വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിന് നല്ല അയൺ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് കിണർ ഇവിടെ തന്നെയാണ്, നമുക്ക് കിണറൊന്ന് നോക്കാം. കിണറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ടർബിഡായിട്ടുള്ള വെള്ളമാണ്, അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റും ഉണ്ട്. ഇത് നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു വയലിൻ്റെ അടുത്താണ് ഈ ഈ കിണറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളുമൊക്കെ അങ്ങോട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം ഇത് നമുക്ക് 2 വെസൽ വെച്ചാണ്, മോട്ടറിൻ്റെ പമ്പിൻ്റെ ലൈനിൽ തന്നെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിൽട്ടർ ചെയ്താണ് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ ടാങ്കിൽ നിന്നും 2-3 ഔട്ട്പുട്ട് ഉണ്ട് ഇപ്പോൾ കാർ വാഷ് ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 വെസൽ വെച്ച് ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം, ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 ഫിൽട്ടർ ഉള്ളപ്പോഴത്തേക്കും ആദ്യത്തേത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ആദ്യത്തെ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത്തെ ഇതിലോട്ടുള്ളത് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളം ഇവിടെ വരെ വരുള്ളൂ. വീണ്ടും നമ്മൾ വെള്ളം വന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് ബാക്ക് വാഷിലോട്ടിടാം. ബാക്ക് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചെളിയാണുള്ളത്. ഇതിപ്പോൾ ഗ്രാവിറ്റിയിൽ തന്നെയാണ് ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചെളിയുണ്ട്, നോക്കി നമുക്ക് കാണാം, നല്ല രീതിയിലുള്ള ചെളിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ. ഇത് ഏകദേശം നമ്മുടെ വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അധികം ചെളിയില്ലായിരുന്നു, കാരണം അത് യൂസ് വരാഞ്ഞുകൊണ്ട് വലിയ ചെളിയൊന്നും വന്നിട്ടില്ല. വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗാന്ധിനഗർ, കോട്ടയത്ത് ഗാന്ധിനഗറിലുള്ള ഫ്ലൈവീൽ ഓയിലാണ്. അപ്പോൾ ഇതൊരു കാർ വാഷിംഗ് സ്ഥാപനമാണ്. അപ്പോൾ പ്രിൻസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്രിൻസ് സാറിനോട് ചോദിക്കാം. പ്രിൻസ് സാർ, ഇത് നമ്മൾ ഈ ഫിൽറ്റർ വെക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു കാർ വാഷിംഗ് മേഖലയാണല്ലോ. അപ്പം നമ്മൾ കാർ ഏറ്റവും നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വെള്ളമാണ് നമ്മുടെ മെയിൻ ഒരു ഘടകം. ആ ഘടകം വൃത്തിയല്ല അല്ല എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. നമുക്കെല്ലാവർക്കും കാറ് എത്രയോ നല്ല ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന സാധനം, ഞാനതുമല്ല ഈ ചെയ്യുന്ന സ്ഥാപനം മറ്റുള്ള സ്ഥലത്തു നിന്നുള്ളൊരു വേറിട്ട രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവിടെ നമ്മുടെ വെള്ളം നല്ലതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഈ പറഞ്ഞ പോലെ കണ്ടമായതുകൊണ്ട് ഇരുമ്പിൻ്റെ ഒരു അംശം, നമ്മളിപ്പോൾ വെള്ളം ഇവിടുന്ന് മാറി അപ്പുറം കുഴിച്ചാലും അങ്ങനെ വരത്തുള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ പിന്നെ നമുക്കൊരു ഒറ്റ ഫോം വഴിയേ ഉള്ളൂ, നമ്മളതിനെ ഫിൽറ്റർ ചെയ്യുക. ഫിൽറ്റർ ചെയ്തുകൊണ്ട് ആ ഫിൽറ്റർ ചെയ്ത വെള്ളം വേണം നമുക്ക് കൊടുക്കാൻ. നമ്മുടെ ഇപ്പോൾ ബാത്റൂമിലാണ്, ഇപ്പോൾ കസ്റ്റമർ വന്നു, അദ്ദേഹം നമ്മുടെ ബാത്റൂം ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഈ കലങ്ങിയ വെള്ളം വരുന്നത് കാണുമ്പോഴത്തേക്കിന് ഈ കലങ്ങിയ വെള്ളമല്ലേ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ, പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അവരെ ഒരുപാട് സ്ഥലത്തും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർ വാഷ് ചെയ്യുമ്പോൾ അയൺ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു അതുപോലുള്ള വാഹനങ്ങളിൽ, വൈറ്റ് കളർ പോലുള്ള വാഹനങ്ങളിൽ നമ്മൾ അത് അന്നേരം തന്നെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ വണ്ടിയിൽ അത് ഡിപ്പോസിറ്റ് ആവും ആ സംഭവം. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ ഗ്രഫെയിൻ, അതുപോലെ തന്നെ പെയിൻറ്റ് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു മേഖലയിലേക്കാണ് ഡീറ്റെയിലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴുകി കൊടുക്കുന്ന വണ്ടി പോലും വൃത്തിയില്ലാത്ത രീതി ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് കാരണം പല സ്ഥാപനങ്ങളിലും, കാർ വാഷിംഗ് സ്ഥാപനങ്ങളിലും ഇപ്പം വെള്ളം ഫിൽറ്റർ ചെയ്യാതെ തന്നെ. അതെ, എന്ന് വെച്ചാൽ ഇപ്പോൾ എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ, ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ വെള്ളം തന്നെയാണ് കിട്ടുന്നത്. അവര് പല കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് അവര് ഇതിനെ വാഷ് ചെയ്യുകയാണ്, ഇങ്ങനത്തെ ഫിൽട്രേഷൻ ഒന്നും ചെയ്യാതെ. നമുക്ക് 2 പർപ്പസ്, നമ്മുടെ അല്ലാതെ ഉപയോഗങ്ങളും കുടിക്കാനാണല്ലോ ഉപയോഗിക്കാം, അല്ലാതെയാണല്ലോ ഉപയോഗിക്കാം, ഫിൽറ്റർ ചെയ്ത് ഉപയോഗിച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവം ചെയ്തത്. അല്ലെങ്കിൽ റിസൾട്ട് നല്ല റിസൾട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതുവരെയുള്ള എൻ്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. ഇൻ ഫ്യൂച്ചർ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നെന്നുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ ഫിൽട്രേഷൻ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ വീണ്ടും നമ്മളിവിടെ വരും ഒരു 6 മാസം കഴിയുമ്പോൾ. അന്നത്തെ അവസ്ഥ എന്താണെന്നും പ്രിൻസ് സാർ തന്നെ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു പ്രിൻസ് സാർ. ഓക്കെ, ഇതുവരെയുള്ള എൻ്റെ എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല വർക്കുകളാണ്, കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു, എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ നേരത്തെയുള്ള നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും സെപ്പറേറ്റ് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടും എല്ലാം നമ്മുടെ പ്ലംബിംഗ് വർക്കുകളൊക്കെ സെപ്പറേറ്റ് വാൽവുകൾ വെച്ച് നമുക്ക് എല്ലാ രീതിയിലും ബൈപ്പാസ് ചെയ്യാവുന്ന രീതിയിലും
പ്രഷറിൽ ബാക്ക് വാഷ് ചെയ്യാവുന്ന രീതിയിലും എല്ലാം നമ്മൾ എല്ലാ ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും വാൽവുകൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മുമ്പോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളത്തിന് നല്ല അയൺ കണ്ടൻറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഇത് കിണർ ഇവിടെ തന്നെയാണ്. നമുക്ക് കിണറൊന്ന് നോക്കാം. കിണറ്റിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം വളരെ ടർബിഡായിട്ടുള്ള വെള്ളമാണ്. അതുപോലെ തന്നെ അയൺ കണ്ടൻറ്റും ഉണ്ട്. ഇത് നമുക്ക് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു വയലിൻ്റെ അടുത്താണ് ഈ ഈ കിണറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ഇതിൻ്റെ അകത്ത് ഉണ്ട്. അപ്പം ഇത് നമുക്ക് 2 വെസൽ വെച്ചാണ് മോട്ടറിൻ്റെ പമ്പിൻ്റെ ലൈനിൽ തന്നെയാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. ഇത് ഫിൽട്ടർ ചെയ്താണ് ടാങ്കിലേക്ക് പോകുന്നത്. അപ്പോൾ ടാങ്കിൽ നിന്നും 2-3 ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പോൾ കാർ വാഷ് ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് 2 വെസൽ വെച്ച് ഡയറക്റ്റ് ഫിൽട്ടർ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. എന്നാലും നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഇതൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ വെച്ചിട്ട് കുറച്ച് നാളായെങ്കിലും ഉപയോഗിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് ബാക്ക് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 2 ഫിൽട്ടർ ഉള്ളപ്പോഴത്തേക്കും ആദ്യത്തേത് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. ആദ്യത്തെ ബാക്ക് വാഷ് ചെയ്യാനായിട്ട് നമ്മൾ രണ്ടാമത്തെ ഇതിലോട്ടുള്ളത് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെള്ളം ഇവിടെ വരെയേ വരുള്ളൂ. വീണ്ടും നമ്മൾ വെള്ളം വന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ബാക്ക് വാഷിലോട്ടിടാം. ബാക്ക് വാഷ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചെളിയാണുള്ളത്. ഇതിപ്പോൾ ഗ്രാവിറ്റിയിൽ തന്നെയാണ് ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ചെളിയുണ്ട്. നോക്കി നമുക്ക് കാണാം നല്ല രീതിയിലുള്ള ചെളിയുണ്ട്. ഇതാണ് ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ. ഇത് ഏകദേശം നമ്മുടെ വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം അധികം ചെളിയില്ലായിരുന്നു, കാരണം അത് യൂസ് വരാഞ്ഞുകൊണ്ട് വലിയ ചെളിയൊന്നും വന്നിട്ടില്ല. വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഗാന്ധിനഗർ, കോട്ടയത്ത് ഗാന്ധിനഗറിലുള്ള ഫ്ലൈവീൽ ഓയിലാണ്. അപ്പോൾ ഇതൊരു കാർ വാഷിംഗ് സ്ഥാപനമാണ്. അപ്പോൾ പ്രിൻസ് സാർ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്രിൻസ് സാറിനോട് ചോദിക്കാം. പ്രിൻസ് സാർ, ഇത് നമ്മൾ ഈ ഫിൽറ്റർ വെക്കാനുണ്ടായ സാഹചര്യം എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഒരു കാർ വാഷിംഗ് മേഖലയാണല്ലോ. അപ്പം നമ്മൾ കാർ ഏറ്റവും നല്ല രീതിയിൽ വാഷ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വെള്ളമാണ് നമ്മുടെ മെയിൻ ഒരു ഘടകം. ആ ഘടകം വൃത്തിയല്ല അല്ല എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടായി തീരും. നമുക്കെല്ലാവർക്കും കാറ് എത്രയോ നല്ല ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന സാധനം. ഞാനതുമല്ല, ഈ ചെയ്യുന്ന സ്ഥാപനം മറ്റുള്ള സ്ഥലത്തു നിന്നുള്ളൊരു വേറിട്ട രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് തുടങ്ങിയൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവിടെ നമ്മുടെ വെള്ളം നല്ലതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ ഈ പറഞ്ഞ പോലെ കണ്ടമായതുകൊണ്ട് ഇരുമ്പിൻ്റെ ഒരു അംശം നമ്മളിപ്പോൾ വെള്ളം ഇവിടുന്ന് മാറി അപ്പുറം കുഴിച്ചാലും അങ്ങനെ വരത്തുള്ളൂ ഈ ഏരിയയിൽ. അപ്പോൾ പിന്നെ നമുക്കൊരു ഒറ്റ ഫോം വഴിയേ ഉള്ളൂ, നമ്മളതിനെ ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്തുകൊണ്ട് ആ ഫിൽട്ടർ ചെയ്ത വെള്ളം വേണം നമുക്ക് കൊടുക്കാൻ. നമ്മുടെ ഇപ്പോൾ ബാത്റൂമിലാണ്, ഇപ്പോൾ കസ്റ്റമർ വന്നു, അദ്ദേഹം നമ്മുടെ ബാത്റൂം ഉപയോഗിക്കുന്നു. അപ്പോൾ അവിടെ ഈ കലങ്ങിയ വെള്ളം വരുന്നത് കാണുമ്പോഴത്തേക്കിന് ഈ കലങ്ങിയ വെള്ളമല്ലേ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ പക്ഷേ ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല. അവരെ ഒരുപാട് സ്ഥലത്തും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാർ വാഷ് ചെയ്യുമ്പോൾ അയൺ കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അതുപോലുള്ള വാഹനങ്ങളിൽ വൈറ്റ് കളർ പോലുള്ള വാഹനങ്ങളിൽ നമ്മൾ അത് അന്നേരം തന്നെ റിമൂവ് ചെയ്തില്ലെങ്കിൽ ആ വണ്ടിയിൽ അത് ഡിപ്പോസിറ്റ് ആവും ആ സംഭവം. നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ ഗ്രഫെയിൻ, അതുപോലെ തന്നെ പെയിന്റ് പ്രൊട്ടക്ഷൻ അങ്ങനെയൊക്കെ ഉള്ളൊരു മേഖലയിലേക്കാണ് ഡീറ്റെയിലിംഗ് ആണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കഴുകി കൊടുക്കുന്ന വണ്ടി പോലും വൃത്തിയില്ലാത്ത രീതി ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അത് കാരണം പല സ്ഥാപനങ്ങളിലും കാർ വാഷിംഗ് സ്ഥാപനങ്ങളിലും ഇപ്പം വെള്ളം ഫിൽട്ടർ ചെയ്യാതെ തന്നെ. അതെ, എന്ന് വെച്ചാൽ ഇപ്പം എറണാകുളം പോലുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇതുപോലത്തെ വെള്ളം തന്നെയാണ് കിട്ടുന്നത്. അവര് പല കെമിക്കലുകൾ ഉപയോഗിച്ചിട്ട് അവര് ഇതിനെ വാഷ് ചെയ്യുകയാണ്, ഇങ്ങനത്തെ ഫിൽട്രേഷൻ ഒന്നും ചെയ്യാതെ. നമുക്ക് 2 പർപ്പസ്, നമ്മുടെ അല്ലാതെ ഉപയോഗങ്ങളും കുടിക്കാനാണല്ലോ ഉപയോഗിക്കാം, അല്ലാതെയാണല്ലോ ഉപയോഗിക്കാം, ഫിൽട്ടർ ചെയ്ത് ഉപയോഗിച്ചാൽ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും എഫേർട്ട് ചെയ്തിട്ട് ഈ ഒരു സംഭവം ചെയ്തത്. അല്ലെങ്കിൽ റിസൾട്ട് നല്ല റിസൾട്ടാണ്. ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം ഇതുവരെയുള്ള എൻ്റെ ഇതിൽ വെച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ്. ഇൻ ഫ്യൂച്ചർ നമുക്കൊരു 6 മാസം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം, അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ് നമുക്കൊന്നുകൂടെ നോക്കാം. ഇടയ്ക്കൊന്ന് നമുക്ക് മോണിറ്റർ ചെയ്യാം എന്താണ് ഇതിൻ്റെ റിസൾട്ട് വരുന്നെന്നുള്ളത്. അല്ലെങ്കിൽ കൂടുതൽ ഫിൽട്രേഷൻ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഇതിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കിയായിട്ട് നമ്മൾ ഈ ചാനലിൽ തന്നെ വീണ്ടും നമ്മളിവിടെ വരും ഒരു 6 മാസം കഴിയുമ്പോൾ. അന്നത്തെ അവസ്ഥ എന്താണെന്നും പ്രിൻസ് സാർ തന്നെ നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു പ്രിൻസ് സാർ. ഓക്കെ, ഇതുവരെയുള്ള എൻ്റെ എല്ലാം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നല്ല വർക്കുകളാണ്, കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് ചെയ്തു, എല്ലാം നല്ലൊരു രീതിയിൽ പോകുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ നേരത്തെയുള്ള നമ്മുടെ വർക്കുകളെല്ലാം ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങൾക്കും
സെപ്പറേറ്റ് മുമ്പോട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ടും എല്ലാം നമ്മുടെ പ്ലംബിംഗ് വർക്കുകളൊക്കെ സെപ്പറേറ്റ് വാൽവുകൾ വെച്ച് നമുക്ക് എല്ലാ രീതിയിലും ബൈപ്പാസ് ചെയ്യാവുന്ന രീതിയിലും പ്രഷറിൽ ബാക്ക് വാഷ് ചെയ്യാവുന്ന രീതിയിലും എല്ലാം നമ്മൾ എല്ലാ ഓപ്ഷനും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും വാൽവുകൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ആകേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും മുമ്പോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.